warfare. ये एक आत्मिक युद्ध है. ഈ സാത്താന്യ ബന്ധനത്തിൽ കിടക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം. ये शैतान के बंधन में पड़े हुए लोगों को वापस लेकर आना है. അതേ കുരുടന്മാർക്ക് കാഴ്ചയുണ്ടാകണം. अंधों को आंखें देना है. അവർക്ക് പാപമോചനം ഉണ്ടാകണം. उनको पापों की क्षमा के बारे में बताना है. ഇതിനായിട്ട് ഞാൻ നിന്നെ അയക്കുന്നു. इसलिए मैं तुझे भेजता हूं. ഇതിനെയാണ് സുവിശേഷ വ്യാപാരം എന്ന് പറയുന്നത്. इसीलिए इसे कहा जाता है सुसमाचार का व्यवसाय या व्यापार करना. പൗലോസ് വളരെ വ്യക്തമായി അത് എഴുതിയിരിക്കുകയാണ്. पौलुस बड़े स्पष्ट तरीके से इसे लिखता है. ഹല്ലേലൂയ. हालेलुया. ഇത് സാത്താനുമായിട്ടുള്ള ഒരു വലിയ പോരാട്ട ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം. मसीह जीवन का मतलब शैतान के साथ युद्ध का जीवन जीना. ഇത് ഒരു സഭയുടെ ഒരു ഓർഗനൈസേഷന്റെ കുറെ മെമ്പേഴ്സ് പോയി പ്രവർത്തിക്കുന്ന കാര്യമല്ല. ये इससे संबंधित नहीं है कि किसी कलीसिया के लोग या किसी संगठन के कुछ लोग जाकर सेवकाई करें. സാത്താന്റെ അധീനതയിൽ അവന്റെ ക്യാമ്പിൽ കിടക്കുന്ന ആൾക്കാരെ പിടിച്ച് വലിച്ചു വെളിയിൽ കൊണ്ടുവരണം. शैतान के छावनी में पड़े हुए लोगों को वहां से उनको छुटकारा देकर वापस लेकर आना है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് ഇതൊരു ആത്മീയ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. यहां पर एक आत्मिक युद्ध हो रहा है. കുമ്മനാട്ട് നടക്കുന്ന കൺവെൻഷൻ ആമേൻ. ആണ്ടുതോറും നടത്തി വരുന്ന ഒരു പെരുന്നാളല്ല, ഇത് ആത്മീയ യുദ്ധമാണ്. और कुंभनाड़ में होने वाला कन्वेंशन एक बहुत बड़ा सम्मेलन जो हम हर साल करते हैं. इतना ही नहीं, ये हमारे लिए एक आत्मिक युद्ध है. ഈ യുദ്ധത്തിൽ നാം ജയിക്കണം. ये युद्ध में हमें जय प्राप्त करना है. ഹല്ലേലൂയ. हालेलुया. അതാണ് വ്യാപാരത്തിൽ ജയിക്കുക എന്ന് പറയുന്നത്. इसका मतलब है व्यापार में जय प्राप्त करना. 10 ഒന്ന് കിട്ടിയവൻ 10 കൂടെ നേടി എന്ന് കാണുന്നു. वहां पर देखने के लिए मिलता है जिसे 10 मिला उसने 10 और कमाया. ദൈവത്തിന്റെ ഭാഗത്തേക്ക് സാത്താന്റെ പിടിയിലുള്ളവരെ കൊണ്ടുവരികയും ക്രിസ്തുവിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യണം. जो शैतान के अधिकार में पड़े हैं उन्हें शैतान के अधिकार से वापस लाना है. परमेश्वर के राज्य में. इतना ही नहीं, परमेश्वर के राज्य की स्थापना भी करना है. തമിഴിൽ നമ്മൾ പാടി കാൽപതിക്കും ദേശമെല്ലാം എൻ കർത്തരിക്ക് സ്വന്തമേ എന്ന് കൺപാർക്കും ഭൂമിയെല്ലാം അവന്റെ അവകാശമായി തീരണം. അതാണ് ഈ ഫൈറ്റ്. यहां पर हमने पहले तमिल गाना गाया. उसका मतलब यह है कि जहां पर भी मेरे पांवों को मैं रखता हूं उस पर मैं जय प्राप्त कर कर उससे कब्जा कर कर कलवरी के झंडे को वहां पर फहराता हूं. ഹല്ലേലൂയ. हालेलुया. ദൈവസഭയുടെ വളർച്ചയാണ് ഈ വ്യാപാരം കൊണ്ട് സാധിക്കേണ്ടത്. परमेश्वर की कलीसिया की बढ़ोतरी हमारे व्यापार से होना जरूरी है. ദൈവത്തിന് സ്തോത്രം. हालेलुया. അല്ലെങ്കിൽ സഭാ വളർച്ച എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന വിഷയം. वहां पर मुख्य विषय जो देखा जा सकता वो है कलीसिया की बढ़ोतरी. എന്നോടൊരാൾ പറഞ്ഞു ഈ സഭാ വളർച്ചയെ കുറിച്ച് പഠിപ്പിക്കുന്നത് പൈശാചികമാണെന്ന് പറഞ്ഞു. एक व्यक्ति ने मुझसे कहा कि कलीसिया की बढ़ोतरी के बारे में आप सिखाते हो ये शैतानी है. അതായത് അത് ദൈവികമായ ഒരു ഉപദേശം അല്ലെന്ന് പറഞ്ഞു. एक व्यक्ति ने कहा कि परमेश्वर की ओर से उपदेश नहीं है. അദ്ദേഹം പറയുന്നത് ഒരു 40 പേരിൽ കൂടി ഒരു സഭയെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. वो कह रहा है कि 40 लोगों से ज्यादा की एक कलीसिया को वो देख नहीं सकता. സഭാ വളർച്ച പൈശാചികമാണെന്ന് വിശ്വസിക്കുന്ന ചില ബന്ധക്കോസുകാരുണ്ട്. कई ऐसे पेंटिकोस्टल लोग हैं जो इस प्रकार से विश्वास करते हैं कलीसिया की बढ़ोतरी शैतानिक है. അത് പൈശാചികമാണെന്നാണ് ഞാൻ वो लोग പറഞ്ഞത്. सोचते हैं कि ये शैतानिक है. ലോകം മുഴുവൻ യേശുവിന്റെ കൊടിക്കീഴിൽ വരണം. सब दुनिया यीशु मसीह के झंडे के नीचे आना है. പ്രൈസ് ദി ലോർഡ്. हालेलुया. അത് നാം മനസ്സിലാക്കി വേണം ജീവിക്കുവാൻ. इसलिए हमें इसे समझकर जीवन व्यतीत करना है. ഈ നാളുകളിൽ മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമാണത്. इन दिनों में इस सत्य को जानना जरूरी है. ഹല്ലേലൂയ. हालेलुया. യേശുവിന്റെ കാലത്ത് 25 കോടി ജനങ്ങൾ ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു. यीशु मसीह जब इस दुनिया में थे तो इस दुनिया की जनसंख्या 25 करोड़ थी. 1850-ൽ 18 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് 100 കോടിയായി. 1850 में देखा जा सकता है ये जनसंख्या 100 करोड़ हो गई. 930-ൽ 200 കോടിയായി. 1930 में ये 200 करोड़ हो गई. 1956-ൽ അത് 300 കോടിയായി. 1956 में ये 300 करोड़ की जनसंख्या बन गई. 1975-ൽ അത് 400 കോടിയായി. 1975 में ये 400 करोड़ की जनसंख्या हो गई. 1986-ൽ 500 കോടിയായി. 1986 में 500 करोड़ हो गया. 1990-ൽ അത് 600 കോടിയായി. 1990 में ये 600 करोड़ की जनसंख्या हो गई. ഇവരെ എങ്ങനെ സന്ധിക്കും? इन लोगों से कैसे सामना करेंगे? 600 കോടി ജനങ്ങളെ ഭൂമിയിൽ
നമ്മള് സഭ എങ്ങനെ സന്ധിക്കും? ये 600 करोड़ लोगों का सामना जो इस दुनिया में रहते हैं उससे कैसे कर सकते हैं? സകല ജാതികളെയും ശിഷ്യരാക്കണം. सारे लोगों को, सब जाति के लोगों को शिष्य बनाना ഇതുവരെ സാധിച്ചിട്ടില്ല. अभी तक हुआ नहीं. നമുക്കത് എങ്ങനെ സാധിക്കും? हम कैसे उसे पूरा कर सकते हैं? 16ാം നൂറ്റാണ്ടിൽ ലൂഥർ എഴുന്നേറ്റു. 16वीं शताब्दी में मार्टिन लूथर उठ खड़ा हुआ. 100 കൊല്ലമേ ലൂഥറൻ സഭയുടെ ഉണർവ് നിന്നുള്ളൂ. 100 साल तक ही लूथरन कलीसिया का जो पवित्र आत्मा का कार्य है वो हो सका. 18ാം നൂറ്റാണ്ടിൽ വെസ്ലി എഴുന്നേറ്റു. 18वें शताब्दी में जॉन वेस्ली उठ खड़ा हुआ. മെതോഡിസ്റ്റ് സഭയുടെയും ഉണർവ് 100 കൊല്ലമേ നിന്നുള്ളൂ. मेथोडिस्ट कलीसिया में बड़ा एक जागृति लेकर आया. प्रेस्बिटेरियन സഭയുടെയും ഉണർവ് അധികം നീണ്ടില്ല. प्रेस्बिटेरियन कलीसिया की जागृति भी ज्यादा आगे नहीं बढ़ पाई. തുടർന്നുള്ള സഭകളുടെ ഒക്കെ ഈ നിലനിൽപ്പ് വളരെ അത് ശുഷ്കമായിരുന്നു. उसके बाद की कलीसियाओं के बारे में भी देखा जा सकता है उन लोगों के भी जीवन बहुत ही सूखी अवस्था में थी. എന്നാൽ 1901 परंतु 1901 में പെന്തിക്കോസ്തിന്റെ ആരംഭമുണ്ടായി. पेंटिकोस्ट कलीसिया की शुरुआत हुई. അതേ കൊയ്ത്തിനായി അരിവാൾ ഇട്ടുകൊള്ളുക. इसलिए उन्होंने खेती करने के लिए अपने औजारों को तेज किया. വിധിയുടെ താഴ്വരയിൽ ഞാൻ അസംഖ്യങ്ങളെ കാണുന്നു. वहां पर देखा जा सकता है, बहुत सी ऐसी बातों को देखा जा सकता है जो तराई में है. ഹല്ലേലൂയ. हालेलुया. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ പുസ്തകത്തിലാണ്, ആമേൻ. യോവേൽ പ്രവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്. योएल नबी की किताब में लिखा गया है, अंतिम दिनों में सभी प्राणियों के ऊपर मैं अपनी आत्मा को उंडेलूंगा. So this is the time for a big harvest. ये बहुत बड़ा समय है खेती करने का या खेती काटने का. And this is a time for a big catching. और ये बहुत बड़ा समय है, हम लोगों को पकड़ सकते हैं. കാലാവർക്കല്ല കൊയ്ത്താണ്. अभी ऐसा समय नहीं है, अभी कटनी का समय, काटने का समय है. ചൂണ്ടായിട്ട് ഒരു മീൻ പിടിക്കുകയല്ല, വലയിറക്കി കൂട്ടത്തോടെ പിടിക്കുകയാണ്. एक कुंडी से हम एक मच्छी पकड़ना ही नहीं, परंतु हमें बहुत बड़ा जाल बिछाकर उसमें बहुत सारे मच्छियों को पकड़ना है. കർത്താവിന്റെ ദർശനം ലോകം മുഴുവൻ തന്റെ മാർഗം കൊണ്ട് നിറയണമെന്നുള്ളതാണ്. परमेश्वर के दर्शन से सारी दुनिया को भर देना है. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ഈ ജനത്തെ നാം സന്ധിച്ചേ തീരുള്ളൂ. ये लोगों का सामना करते ही हम जी सकते हैं. ഇന്ത്യയിൽ ഒരു 10 ലക്ഷം പേർക്ക് 15 പേരാണ് മിഷണറിമാര്. इंडिया में या भारत में 10 लाख लोगों के लिए सिर्फ 15 मिशनरी लोग हैं. യുഎസ്എയിൽ 1445 പേരുണ്ട്. परंतु यूएसए में अगर देखा जा सके 1445 लोग हैं. ആഫ്രിക്കയിൽ 10 ലക്ഷം പേർക്ക് 56 പേരുണ്ട്. अगर अफ्रीका में देखा जाए 10 लाख लोगों के लिए 56 लोग हैं. സൗത്ത് അമേരിക്കയിൽ 30 പേരുണ്ട്. साउथ अमेरिका में अगर देखा जाए तो 30 लोग हैं. കൊറിയയിൽ 20 പേരുണ്ട്. कोरिया में 20 लोग हैं. ഇന്തോനേഷ്യയിൽ 3 പേരുണ്ട്. इंडोनेशिया में 3 लोग हैं. ഇതാണ് മിഷണറിയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. ये है मिशनरी की एक आंकड़ा जो देखा जा सकता है. ഈ ജനങ്ങളെ എല്ലാം നമുക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ കഴിയും? ये लोगों तक हम किस प्रकार अपने पहुंच को प्राप्त कर सकते हैं? ഓരോരുത്തരുടെയും വീട്ടിൽ നിങ്ങൾക്ക് പോകാനൊക്കുവോ? आप क्या सभी के घरों में जा सकते हैं? എല്ലാവരോടും പ്രസംഗിക്കാൻ സാധിക്കുമോ? क्या आप सभी लोगों से प्रचार कर सकते हैं? സാധിക്കുകയില്ല. എന്നാൽ ये होना नामुमकिन है. फिर भी ഇവരെ എല്ലാം സന്ധിക്കാനുള്ള പവർ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. परंतु इन सब लोगों का सामना करने के लिए परमेश्वर ने अपनी कलीसिया को एक सामर्थ्य दिया है. അത് മെറ്റീരിയലായ പവർ അല്ല, സ്പിരിച്വൽ പവർ ആണ് वो കൊടുത്തിരിക്കുന്നത്. दुनियावी शक्ति नहीं, परंतु परमेश्वर ने एक आत्मिक शक्ति अपने लोगों को दिया है. ഹല്ലേലൂയ. हालेलुया. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. ना तो बल से ना शक्ति से, परंतु मेरी आत्मा के द्वारा. 1901 ആരംഭിച്ച പെന്തക്കോസ്ത് പ്രസ്ഥാനം 1901 में शुरू किया हुआ ये जो संगठन है पेंटिकोस्टल संगठन, 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ അത് വലിയ സ്വാധീനമായി കഴിഞ്ഞു. 100 साल बीत गया, पूरी दुनिया को उन्होंने अपने अंडर में या अपने विवश में कर लिया. കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് ശക്തമാകുന്നത് പെന്തക്കോസ്ത് സഭകളാണ്. कैथोलिक कलीसिया के बाद में जो कलीसियाएं शक्तिमत है वो है पेंटिकोस्टल कलीसियाएं. നമ്മുടെ ഇന്ന് മുഴുവൻ കടമെടുത്തിരിക്കുകയാണ് എപ്പിസ്കോപ്പൽ സഭകൾ. हम सब लोगों से भी आगे बढ़ गए हैं वो एपिस्कोपल कलीसियाएं. നമ്മുടെ പ്രസംഗം, हमारी प्रचार, നമ്മുടെ അഭിഷേകം, हमारा अभिषेक
അതെ നമ്മുടെ പാട്ട് हमारा गाना എല്ലാം കടമെടുക്കുകയാണ്. सब लोग हमसे उधार ले रहे हैं. സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ആരംഭിച്ചതായ ഒരു പ്രസ്ഥാനമാണ് ഇവിടെ പെന്തക്കോസ്റ്റ്. यहां पर साधारण लोगों के द्वारा शुरुआत किया गया हुआ एक संगठन है पेंटिकोस्टल संगठन. അവർ ഊതിയ കാഹളത്തിന്റെ മുമ്പിൽ ഈ എറിയോ കോട്ടകൾ വീഴുകയായിരുന്നു ചെയ്തത്. जो तुरही उन्होंने फूका उनके सामने बहुत बड़ी दीवारें टूटकर नीचे गिर गई. പെന്തക്കോസ്റ്റിന്റെ ശക്തി ഇന്ന് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. पेंटिकोस्ट की जो शक्ति है बहुत ही बड़ी शक्ति के द्वारा बढ़ रही है. ഹല്ലേലൂയ. हालेलुया. ഈ കോടികളെ ബീറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഉള്ള 100 കോടി ആൾക്കാര് 106 കോടി ആൾക്കാര് മീറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? ये भारत में अगर हम जनसंख्या देखा जाए 106 करोड़ से भी ज्यादा संख्या है. उन लोगों का सामना हम किस प्रकार कर सकते हैं? ഹല്ലേലൂയ. हालेलुया. അതാണ് നമ്മുടെ വിഷയം. यही है हमारा विषय. 2000 കൊല്ലം സുവിശേഷം മുമ്പ് ഇവിടെ കേട്ടതായ ഈ മലങ്കരയിലെ ക്രിസ്ത്യാനികൾ ഈ വിഷയത്തിൽ വളരെ പുറകിലായിരുന്നു. इस देश के मसीह लोगों को देखा जाए तो 2000 साल पहले भी उन्होंने इस सुसमाचार को सुना है, परंतु अब भी पीछे हैं. Praise the Lord. हालेलुया. എന്നാൽ परंतु വിദേശ മിഷണറിമാർ ഇവിടെ വന്നപ്പോഴാണ് ആമേൻ. നമുക്ക് ബൈബിൾ ലഭിച്ചത്. परंतु जब अंग्रेजी मिशनरी लोग यहां पर आए तभी हमें बाइबल मिला. അന്നു മുതലാണ് സുവിശേഷത്തിന്റെ മുന്നേറ്റം ഈ മലങ്കരയിൽ ഉണ്ടായത്. उस दिन से सुसमाचार का फैलाव या प्रचार या प्रस्थान इस मलंकरा देश में हुआ. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന് സ്തോത്രം. परमेश्वर की महिमा हो. പെന്തക്കോസ്റ്റിന്റെ ശക്തി വിദ്യാഭ്യാസത്തിന്റെ ശക്തിയല്ല. पेंटिकोस्ट की शक्ति एक पढ़ाई लिखाई का शक्ति नहीं है. ഹല്ലേലൂയ. आमेन. പൗലോസ് പറയാണ്, पौलुस कहता है, രാജാവേ, हे राजा, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. मैंने स्वर्गीय दर्शन की बात को कभी नहीं टाला. വേല വിജയിക്കണമെങ്കിൽ सेवकाई विजय होना है तो അതിന് നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ കൂടെ പോയാലേ ജയിക്കുള്ളൂ. उसके लिए कुछ नियम है. उस नियम से जाएंगे तभी जय प्राप्त करेंगे. 55 കൊല്ലമായി ഞാൻ ഈ ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ കൂട്ടായ്മയിൽ വന്നിട്ട് पिछले 55 साल से मैं इंडियन पेंटिकोस्टल चर्च के संगति के साथ हूं. അതിലെ ഒരു 30 കൊല്ലം ഇസ്രായേലിൽ ലോകരാഷ്ട്രമാണ് ഞാൻ പഠിച്ചത്. उसमें से पिछले 30 साल मैंने इस्राएल और लोक राष्ट्र के बारे में सीखा. ഞാൻ വരുന്ന കാലത്തെ ഏറ്റവും ശക്തമായ ഒരു വിഷയമായിരുന്നത്. मेरे समय का एक बहुत बड़ा शक्तिशाली विषय था. പക്ഷേ അതുകൊണ്ടൊന്നും എന്റെ സഭ ഒന്നും വളരാൻ തുടങ്ങിയില്ല. परंतु उसके द्वारा मेरे कलीसिया में कोई बढ़ोतरी नहीं. ആളുകൾ സഭയെ വരുന്നുമില്ല. कलीसिया में लोग आ भी नहीं रहे थे. ഇതൊക്കെ പ്രസംഗിക്കും. मैं यहां पर प्रचार करता हूं. സഭകളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ പ്രസംഗിക്കും. कलीसिया का पोस्टमार्टम करके मैं प्रचार करता हूं. അവരെ കുത്തിയെല്ലാം പ്രസംഗിക്കുക. അതൊക്കെയായിരുന്നു പഠിച്ചത്. मैंने ये समझा कि उन पर निशाना अंगुली लगाकर प्रचार करना है. പക്ഷെ സഭ വളരുന്നില്ല. परंतु कलीसिया बढ़ नहीं रही. തൊടുന്നിടത്തൊന്നും ഒരു വിജയം കാണുന്നില്ല. जहां कहीं भी मैं हाथ लगाता हूं वह विजय नहीं है. അങ്ങനെ വന്നപ്പോഴാണ് ഈ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ എന്താന്ന് പഠിക്കാനിടയായത്. जैसे ऐसे बीतते मुझे पता लगा विश्वास और प्रार्थना करके विषय क्या है. ഹല്ലേലൂയ. हालेलुया. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങള് ഞാൻ തിയറി പറയല്ല. यहां पर जो मैं बातें बता रहा हूं ये कोई थियरी नहीं है. ദർശനം കൂടാതെ നിനക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ലവേ അല്ല. दर्शन के बगैर आपको सेवा करना नामुमकिन है. नामुमकिन है. ഒരു യുദ്ധമാണ് നടത്തുന്നെങ്കിൽ एक युद्ध अगर हो रहा है तो അതിന്റെ യുദ്ധത്തിന്റെ എതിരാളി ആരാണെന്ന് നീ അറിയണം. सबसे पहला जानना जरूरी आपका विरोधी कौन है. അവന്റെ ദേശം എന്താണെന്ന് അറിയണം. उसका देश कौन सा ये जानना जरूरी. അവന്റെ കയ്യിലെ ആയുധം എന്താണെന്ന് അറിയണം. उसके पास कौन सा हथियार है ये जानना എന്റെ जरूरी. കയ്യിലെ ആയുധം എന്താണെന്ന് ഞാൻ അറിയണം. मुझे ये भी जानना जरूरी है मेरे हाथ में क्या हथियार है. ഇവിടെ ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ് ക്രിസ്തീയ മണ്ഡലത്തിൽ നിന്ന് നടക്കുന്നത്. मसीह कलीसिया में देखा जा सकता है एक आत्मिक युद्ध के क्षेत्र में आप और मैं हैं. ആ യുദ്ധത്തിനായി നിങ്ങൾ ഒരുങ്ങണം. उस युद्ध के लिए आपको और मुझको तैयारी करना है. ഒന്നാമത് പിടിക്കേണ്ട ദേശം ഏതാണെന്ന് നീ അറിഞ്ഞിരിക്കണം. सबसे पहले ये जानना जरूरी है कौन से देश के ऊपर हमें कब्जा करना है. ഹല്ലേലൂയ. हालेलुया. ഇറാഖ് പിടിക്കാൻ അമേരിക്ക വന്നപ്പോൾ അത് ആദ്യമേ സ്പൈ ചെയ്ത ശേഷമാണ് വന്നത്. अगर इराक के ऊपर अमेरिका को कब्जा जमाना था पहले उन्होंने गुप्त रूप से उस पर जाकर देखा तभी उसे कब्जा किया. ഇട്ടോന്ന് വെടിവെച്ചത് കൊണ്ട് യുദ്ധമായില്ല. ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യണം. वहां पर बंदूक से जाकर लड़ाई लड़ेंगे लड़ाई नहीं होगा. परंतु एक योजना के अनुसार हम जाएंगे तभी लड़ाई लड़ सकते हैं. യെരൂശലേം, യഹൂദിയ, ശമറിയ
അത് ഭൂമിയുടെ അറ്റത്തോളം 4 സ്ഥലത്താണ് സുവിശേഷം പറയേണ്ടത്. सुसमाचार का प्रचार का काम यरूशलेम, यहूदिया, समारिया, दुनिया के कोने कोने में करना करके बाइबल में लिखा है. യെരൂശലേം നീ താമസിക്കുന്ന സ്ഥലമാണ്. यरूशलेम जहां पर तू रहता है, യഹൂദിയ അതിന്റെ സ്വന്തക്കാരാണ്. यहूदिया के लोग तेरे अपने ही लोग हैं. ശമറിയ അതിന്റെ ശത്രുക്കളാണ്. समरिया के लोग तेरे शत्रु है. ഭൂമിയുടെ അറ്റത്തോളം അത് ജാതികളാണ്. दुनिया के अंत तक मतलब अलग अलग जाति के लोग. 4 സ്ഥലത്തേക്ക് നിന്റെ യുദ്ധമുഖം തിരക്കേണ്ടിയിരിക്കുന്നു. 4 जगहों में तुझे युद्ध करना है. ഏദൻ തോട്ടത്തിൽ 4 നദികൾ ഒഴുകിയിരുന്നു. अदन के बाग में 4 नदियां थी. നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥലമാണ് യെരൂശലേം. तुझे जहां पर रखा है वो है जगह यरूशलेम.